ആ ശില്പി ഹരിദാസിന്റെ വീട് ഏതാ? അവിടുന്ന് കുറച്ച് ദൂരം പോയാൽ മതി. ഞങ്ങൾ അവിടെ നിന്നാ വരുന്നത്. എന്നാ ഇവിടെ ഇറങ്ങാം. എന്താ ശില്പം പണിയിക്കാനാണോ? ആ അങ്ങോട്ട് വണ്ടി പോയില്ലേ? ചെറിയ വഴിയാണ്, കാറ് പോവില്ല. കുറെ ദൂരം ഉണ്ട് അങ്ങോട്ട്. ഒരു 100 മീറ്ററേ. ഓ അതെ. എങ്ങനെയാണല്ലോ ചാർജ്? ഏകദേശം ഒരു ശില്പം ഉണ്ടാക്കാൻ എത്ര റുപ്യ ചെലവ്? ഇല്ല, വലിയ റേറ്റ് ഒന്നും. ഒരു 4000 രൂപയാവും. ഒക്കെ ഞാൻ പറയാം. ഏകദേശം ഒരു 10,000 രൂപയെങ്കിലും ആവും ഒരു ശില്പം ഉണ്ടാക്കാൻ. ഓ 10,000 ഒക്കെ ആവൂലേ? ഞങ്ങൾ തന്നെ ഇപ്പൊ 10,000-ന് 3 ഓർഡർ ചെയ്തിട്ട് വരികയാണ്. പിന്നെ അയാളുടെ വീട് കുറച്ച് സൗകര്യമൊക്കെ കുറവാണ്. പഴയ തറവാടാണേ. അയാൾ ജനിച്ചു വളർന്ന വീടാണല്ലോ അത്. ആളിപ്പോ ടൗണിൽ വലിയ വീടൊക്കെ വെക്കണ്ടെന്ന് പറഞ്ഞിട്ട്. ശരി, ഞങ്ങളൊന്ന് പോയി നോട്ടെ. എന്നാ ശരി. എന്നാ സാറേ, ഞാൻ വണ്ടി തിരിച്ചിട്ടോട്ടെ. അവിടെ തിരിച്ച് സൈഡാക്കി ഇട്ടോട്ടോ. ആ എന്തായാലും ഹരിയേട്ടന് നല്ലൊരു കോളെത്തും. ഇതുപോലത്തെ വർക്ക് ചെയ്യുന്ന ഒരു അപൂർവമാണല്ലോ സാറേ. ആ അതെ അതെ. ആളെന്തായാലും നല്ല ഫേമസ് ആണല്ലോ. ഒരുപാട് അവാർഡൊക്കെ വാങ്ങിയ ആളാണല്ലോ. ദേവ ഏതോ വലിയ പാർട്ടിയാണ് തോന്നുന്നു അല്ലേ? അതെ അതെടാ. ഹരിയേട്ടാ, ഞങ്ങൾ വന്ന ഐശ്വര്യം കണ്ടോ? നല്ലൊരു ടീമിനെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ആയിക്കോട്ടെ. നിങ്ങൾ വെറുതെ 3000 4000 ഒന്നും പറയാൻ നിൽക്കണ്ട. ഒരു ശില്പത്തിന് മിനിമം 10,000 രൂപയാണ് ഞങ്ങൾ പറഞ്ഞേക്കണേ. അയ്യോ, അത്രയൊക്കെ പറയണോ? അതൊക്കെ പറയണ മോശല്ലേ? എന്ത് മോശം ഹരിയേട്ടാ, അവര് വലിയ ടീമാണ്. നിങ്ങൾ ഇനി ഒന്നും പറയണ്ട. ഞങ്ങൾ പറഞ്ഞതായി നിങ്ങൾ അവരോട് പറഞ്ഞാ മതി. ആ നോക്കട്ടെ. ഇനിയിപ്പൊ മാഷിന്റെ ശില്പത്തിനും കൂടിയുള്ള ഉറപ്പായല്ലോ. ആ നോക്കാന്നാ. ശരി ഹരിയേട്ടാ, ഇനി പിന്നെ വിളിക്കാം. ശരി എന്നാ. എന്തായാലും അതിനൊരു തീരുമാനമായില്ലടാ. അതെ അതെ. ആ രാജു, പിരിവ് അപ്പൊ എഴുതാത്ത നന്നായി തോന്നുന്നു അല്ലേ? അതേടാ. ഇനിയിപ്പോ എന്തായാലും വലിയൊരു തുക എഴുതാം. ആ ശില്പി ഹരിദാസിന്റെ വീട് ഇതല്ലേ? അതെ, ഞാൻ തന്നെ ദിവസം ഇരിക്കൂ. താങ്ക് യു. വഴി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയാ? നിങ്ങൾ ഫേമസ് അല്ലേ, അതുകൊണ്ട് വഴി കണ്ടുപിടിക്കാനൊന്നും ബുദ്ധിമുട്ട് വന്നില്ല. അല്ല, നിങ്ങൾ എവിടുന്നാണ്? ഇവിടെ എവിടെയും കണ്ടില്ലല്ലോ. ഞങ്ങൾ എറണാകുളത്ത് നിന്നാണേ. ഞങ്ങളുടെ ബോസിനെ അങ്ങനെ ഒരു ഗ്രാൻഡ് ശില്പം ഉണ്ടാക്കണം എന്നൊരു ആഗ്രഹം. അതിന് എന്ത് ചെലവ് വരും അറിയാൻ വേണ്ടി പറഞ്ഞു കേട്ടോ. ഓ, ഏകദേശം 10,000 രൂപയോളൊക്കെ വരും. പിന്നെ വലിപ്പം കൂടുതലും ചാർജ് കൂടും. ഓ അങ്ങനെയാണല്ലേ. നോക്കട്ടെ. ഞാൻ നോക്കാം. സാറൊന്ന് എഴുതി എടുത്തോളൂ. അല്ലെ, നമുക്കിപ്പോ ഏത് വലുപ്പത്തിലാണോ ചെയ്യേണ്ടത്? ഞാൻ അതൊക്കെ ഒന്ന് നോക്കട്ടെ. ഇതില് 10,000 കുറഞ്ഞ ഏതുമില്ലല്ലോ അല്ലേ? ഏയ് ഇല്ല. സാർ, ഇവിടെ ഒരു 15 ഉണ്ട്. ഓക്കെ. അല്ല, വീണ്ടും പറഞ്ഞ പോരെ? എന്തിനു സാറേ എണ്ണ നടക്കുന്നത്? അതൊക്കെ പറയാം. ഒരു മിനിറ്റ്. ഉള്ളിലും കൂടി ഒന്ന് കയറി നോക്കൂ. ഓക്കെ ഓക്കെ. സാറേ, ഇവിടെ ഒരു 60 ഉണ്ട്. ഓക്കെ. പിന്നെ പൃഥ്വിരാജിന്റെ വലിയൊരു ഫോട്ടോ വേറെ ഉണ്ട്. ഇതെവിടെയും കാണാത്ത ടൂൾസ് ആണല്ലോ. ഇതൊക്കെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ടൂൾസ് ആണോ? ഇതൊക്കെ എന്ത് വില വരുന്നുണ്ട്? ഒരു ചുരുങ്ങിയത് 50,000 രൂപ വരും. ഇതിന്റെ ഏട്ടൻ ഗിഫ്റ്റായിട്ട് തന്നാണ്. ഓ സാറേ, ഇതിന്റെ ഒരു 50,000 കൂടി എഴുതിക്കോളൂ. എന്താ സാറത്? എന്തൊക്കെ എഴുതുന്നത്? സോറി ഹരിദാസ്, ഞങ്ങൾ ശില്പം ഉണ്ടാക്കിയാൽ വന്നവരല്ല. ഇൻകം ടാക്സ് എന്നാണ്. നിങ്ങളെ പറ്റി ഒരു പരാതി കിട്ടിയിട്ടുണ്ടല്ലോ. പരാതിയോ? എന്ത് പരാതി സാറേ? നിങ്ങൾ ടാക്സ് വെട്ടിച്ച് സ്വത്ത് സമ്പാദിക്കുന്ന പരാതി. ആരാ സാറ് പരാതി ഒന്ന്? പരാതി തന്ന ആരാ? നിങ്ങൾ എന്തിനാ നോക്കുന്നത്? ടാക്സ് വെട്ടിച്ചോ തെളിഞ്ഞാലേ ജയിലിൽ പോണ്ടി വരും, അറിയോ? അയ്യോ സാറേ, അതിനുള്ള വരുമാനമൊന്നുമില്ല. ഇപ്പൊ തന്നെ ഇവിടെ 8 ലക്ഷത്തിന്റെ സ്റ്റോക്ക് ഉണ്ടല്ലോ. അത് ഞങ്ങൾ പറഞ്ഞ കണക്കല്ല, നിങ്ങൾ പറഞ്ഞ കണക്ക് പ്രകാരമാണ് അത് പറഞ്ഞത്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ പറഞ്ഞതാണ്. ഇവിടെ കൊത്തിയത് 15 വേസ്റ്റ് ആയിട്ട് പോയതാണ്. ഇതൊന്നും വിൽക്കാൻ വേണ്ടിയിട്ടല്ല. ഇത് എനിക്ക് എന്റെ ഒരു ഇഷ്ടം കൊണ്ട് കൊത്തിയതാണ്. ഇതൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളൂ സാറേ. ഇതിലപ്പുറം പലരും പലയിടവും ഞങ്ങളോട് പറയാറുണ്ട്. നിങ്ങൾ ഇത് എത്ര കണ്ടിരിക്കണോ? മിസ്റ്റേക്ക് ഒന്നും പറ്റിയിട്ടില്ലല്ലോ. ലാലേട്ടൻ, മമ്മൂക്ക, വിജയ്, ഇതാ എല്ലാവരും സൂപ്പർ ആയിട്ടുണ്ടല്ലോ. എനിക്കിഷ്ടപ്പെട്ട വ്യക്തികളുടെ ഫോട്ടോ ഞാൻ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കണം സാറേ. പരാതിയിൽ പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് വലിയ ബാങ്ക് ബാലൻസ് ഉണ്ടെന്നാണ്. സ്വത്തുവീര് ആരും അറിയാതിരിക്കാൻ നിങ്ങൾ ദാരിദ്ര്യം അഭിനയിക്കണല്ലേ? ഞങ്ങളുടെ അടുത്ത് നിങ്ങൾ വെറുതെ അടവൊന്നും എടുക്കണ്ട. വരൂ, ഞങ്ങൾക്ക് വീടൊന്ന് പരിശോധിക്കണം. ഇവിടെ പണം സ്വർണ്ണൊക്കെ എത്ര ഉണ്ടെന്ന് അറിയണം. വരൂ. ഇവിടെ ഒന്നുമില്ല സാറേ, നിങ്ങൾ പോയി തന്നെയുള്ളൂ. വരൂ വരൂ, നോക്കാതിരിക്കാൻ പറ്റും. വരൂ വരൂ വരൂ. ഇത് തറവാടാണല്ലേ. നിങ്ങൾ ടൗണിൽ വലിയ വീടൊക്കെ പണിയുണ്ടെന്ന് കേട്ടല്ലോ. അതൊക്കെ ആൾക്കാര് വെറുതെ പറഞ്ഞുണ്ടാക്കണം സാറേ. നിങ്ങൾ എത്ര സ്വർണ്ണുണ്ട്? ഒന്ന് പുറത്തേക്ക് എടുത്ത് നോക്കട്ടെ. സാറേ, ആകെയുള്ള സ്വർണ്ണം ഇതാണ്. ഇതിൽ എത്ര തൂക്കണ്ടെന്നൊന്നും എനിക്കറിയില്ല. ഇതാരാ മകനാ? അതെ.
കണ്ട സാർ ഇവിടെ ഇങ്ങനെ ഒരു കാര്യം നടക്കുന്ന ഭാവം അവന്റെ മുഖത്തില്ല. അതൊന്നും മനസ്സിലാക്കട്ടെ, ഇവരുടെ മൊത്തം അഭിനയാണ്. ഇത്രയും വലിയൊരു പ്രശ്നം വീട്ടിൽ നടക്കുമ്പോ നീ മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരിക്കുക. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണം? തലയും കുത്തിക്കണോ? ഇത് പുള്ള പോയിണ്ടാവുമല്ലോ. മതി ഞങ്ങളെ ബോധിപ്പിക്കാൻ പുതിയ നാടകമൊന്നും കളിക്കണ്ട. നാളെ തന്നെ നിങ്ങൾ എല്ലാവരെയും ഒരു കൊല്ലത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, പാൻ കാർഡ്, ആധാർ എല്ലാ ഡോക്യുമെന്റും നാളെ ഓഫീസിൽ വരണം. പിന്നെ കോപ്പറേറ്റീവ് ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസും ഉണ്ട്. ആകെ ഒരു ലോണിന്റെ അക്കൗണ്ട് മാത്രമല്ല സാറ്. ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാറ്. നിങ്ങൾ തെറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തിനാ പേടിക്കണം? പരാതി കിട്ടിയാൽ ഞങ്ങൾക്ക് അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ ഓഫീസിന്റെ അഡ്രസ്സ് ഒന്ന് കൊടുക്കും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി കേട്ടോ. ഇയാളുടെ ദേഷ്യമുള്ള ആരെങ്കിലും ആയിരിക്കും പരാതി തന്നത്.